ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗമാണ് കടുവകൾ. മൂർച്ചയുള്ള പല്ലുകളും ശക്തമായ താടിയെല്ലുകളും ചടുലമായ ശരീരവുമുള്ള ശക്തരായ വേട്ടക്കാരാണിവർ. ഒരു നൂറ്റാണ്ടിനു മുമ്പ് തോലിനും പല്ലിനും നഖത്തിനും വേണ്ടി മനുഷ്യർ വേട്ടയാടിക്കൊണ്ടിരുന്ന ജീവി. ഇന്നിവർ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കാം കടുവകളുടെ പ്രത്യേകതകൾ. ഏകദേശം 20 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സുഡെലറസ് എന്ന ജീവിയിൽ നിന്നുമാണ് ഇന്ന് കാണുന്ന 40 ഇനം പൂച്ചവർഗങ്ങളും പരിണമിച്ചത്. ഈ ജീവിയിൽ നിന്ന് തന്നെയാണ് കടുവകളും പരിണമിച്ചത്. കടുവകളുടെ ഏറ്റവും പഴക്കമുള്ള ഫോസിലിന് ഏകദേശം 20 ലക്ഷം വർഷത്തെ പഴക്കമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ലഭിച്ച കടുവയുടെ ഏറ്റവും പഴക്കമുള്ള ഫോസിലിന് 10,000 വർഷത്തെ പഴക്കമുണ്ട്. ഏഷ്യയിലും തെക്കൻ റഷ്യയിലും കാണപ്പെടുന്ന ഏറ്റവും വലിയ പൂച്ചവർഗമാണ് കടുവകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പൂച്ചവർഗമാണിവ. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ആൺകടുവകൾക്ക് 300 കിലോഗ്രാം വരെ ഭാരവും 13 അടി വരെ നീളവും ഉണ്ടാകും. എന്നാൽ ആൺകടുവയെ അപേക്ഷിച്ച് പെൺകടുവകൾ ചെറുതാണ്. ഇവയ്ക്ക് പരമാവധി 170 കിലോഗ്രാം ഭാരവും 6 മുതൽ 9 അടി വരെ നീളവുമാണുള്ളത്. മറ്റ് മൃഗങ്ങളെപ്പോലെ ഗന്ധം ഉപയോഗിച്ചല്ല ഇവ ഇരകളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നത്. ഇവ പ്രധാനമായും കാഴ്ചശക്തിയും കേൾവിശക്തിയും ഉപയോഗിച്ചാണ് ഇരകളെ കണ്ടുപിടിക്കുന്നത്. കടുവകളുടെ ദേഹത്ത് നിറയെ രോമങ്ങൾ കാണാൻ സാധിക്കുന്നു. മിക്ക കടുവകൾക്കും ദേഹമാസകലം ഓറഞ്ച്, കറുപ്പ് വരകൾ കണ്ടെത്താൻ സാധിക്കുന്നു. എന്നാൽ ചില ഇനം കടുവകൾക്ക് ഓറഞ്ചിന് പകരം വെളുത്ത രോമങ്ങളിൽ കറുത്ത വരകളും കാണുന്നു. കടുവകളുടെ ഈ നിറവും വരകളും വേട്ടയാടുമ്പോൾ മറഞ്ഞിരിക്കാൻ സഹായിക്കുന്നു. മഴക്കാടുകൾ, പുൽമേടുകൾ, സവാനകൾ, ചതുപ്പ് നിലങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ കടുവകളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ കാണാൻ സാധിക്കും. ഏഷ്യയിൽ ജീവിക്കുന്ന കടുവകൾ സാധാരണയായി കാടുകളിലാണ് ജീവിക്കുന്നത്. എന്നാൽ റഷ്യയിൽ കാണപ്പെടുന്ന കടുവകൾ തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്നു. ഇന്ത്യ, ബംഗ്ലാദേശ്, നേപ്പാൾ, വിയറ്റ്നാം, ഇന്തോനേഷ്യ, കംബോഡിയ, മലേഷ്യ, ഭൂട്ടാൻ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള കടുവകൾ ചൂടുള്ള കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവയാണ്. കടുവകളുടെ ഭക്ഷണക്രമം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവ മാംസബുക്കുകളാണ്. പ്രാണികൾ മുതൽ ആനകളെ വരെ ഇവ ആഹാരമാക്കുന്നു. മാൻ, പന്നി, പശു, ആട്, എരുമ എന്നിവയൊക്കെയാണ് ഇവയുടെ പ്രധാന ഇരകൾ. കടുവകൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതും വേട്ടയാടുന്നതും. ആഹാര ലഭ്യത കുറയുമ്പോൾ ഇവ കുരങ്ങുകൾ, മുയലുകൾ, മത്സ്യം, പക്ഷികളെ വരെ ആഹാരമാക്കുന്നു. കൂടാതെ ഇര തേടി ജനവാസ മേഖലകളിലും എത്തുന്നു. കന്നുകാലികൾ, കോഴികൾ, കുതിരകൾ, കഴുതകൾ തുടങ്ങിയ വളർത്തുമൃഗങ്ങളെ വരെ ഭക്ഷിക്കുന്നു. കടുവകളും മനുഷ്യനുമായുള്ള സമ്പർക്കം വളരെ കുറവാണ്. എന്നിരുന്നാലും കടുവകൾ മനുഷ്യരെ ഇരയാക്കിയിട്ടുള്ള സംഭവങ്ങൾ ധാരാളമുണ്ട്. 1907 നേപ്പാളിലും ഇന്ത്യയിലും ജീവിച്ചിരുന്ന ചമ്പാവത് എന്ന പെൺകടുവ 430 മനുഷ്യരുടെ മരണത്തിനിടയാക്കി. കടുവകൾ പ്രധാനമായും രാത്രികാല വേട്ടക്കാരാണ്. കടുവകൾ വേട്ടയാടുമ്പോൾ 40 km/h വേഗതയിൽ വരെ ഓടാൻ കഴിയുന്നു. കൂടാതെ 33 അടി വരെ ചാടാനും സാധിക്കുന്നു. കടുവകളുടെ വാലിന് 3 അടി വരെ നീളമുണ്ട്. ഇരയുടെ പിന്നാലെ ഓടുമ്പോൾ ബോഡിയെ ബാലൻസ് ചെയ്യാൻ വാൽ സഹായിക്കുന്നു. ഇരകളെ പിടികൂടാൻ അതിൻ്റെ 4 ഇഞ്ച് നീളമുള്ള നഖങ്ങൾ ഉപയോഗിക്കുന്നു. കടുവകൾ മികച്ച നീന്തൽക്കാർ കൂടിയാണ്. ഇതിൻ്റെ കാലുകൾ ഇവയെ നന്നായി നീന്താൻ സഹായിക്കുന്നു. കടുവകൾക്ക് ശത്രുക്കളില്ലെന്ന് തന്നെ പറയാം. എന്നാലും മനുഷ്യരാണ് ഇവരുടെ പ്രധാന ശത്രു. എന്നാൽ ചില വേട്ടയ്ക്കിടെ വലിയ ആനകൾക്കും എരുമകൾക്കും മുൻപിൽ പിടിച്ചു നിൽക്കാൻ കടുവകൾക്ക് സാധിക്കില്ല. അവരുടെ മുൻപിൽ കടുവ പരാജയപ്പെടുന്നു. ഇവ ഒറ്റയ്ക്ക് ജീവിക്കുന്ന മൃഗങ്ങളാണ്. കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ മാത്രമാണ് ഇവ ഒരുമിച്ച് ജീവിക്കുന്നത്. ചില അപൂർവ സന്ദർഭങ്ങളിൽ കടുവകൾ കൂട്ടമായി കാണുന്നു. തണുത്ത കാലാവസ്ഥയിൽ ജീവിക്കുന്ന കടുവകളാണ് സൈബീരിയൻ കടുവകൾ. അവയുടെ കനത്ത രോമക്കുപ്പായം തണുത്ത താപനിലയിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നു. കൂടാതെ അവയുടെ കഴുത്തിന് ചുറ്റും കട്ടിയുള്ള രോമങ്ങളുണ്ട്. അതിനെ സ്കാർഫ് എന്ന് പറയുന്നു. ഇതവരെ തണുപ്പിൽ നിന്നും കൂടുതൽ ഇൻസുലേറ്റ് ചെയ്യുന്നു. കടുവകൾ സാധാരണയായി 4-5 ദിവസങ്ങൾ കൂടുമ്പോഴാണ് വേട്ടയ്ക്കിറങ്ങുന്നത്. ഒരു വേട്ടയിൽ ഇവ 40 മുതൽ 50 കിലോഗ്രാം വരെ മാംസം അകത്താക്കുന്നു. കടുവകളുടെ പ്രജനന കാലം സാധാരണയായി നവംബർ മുതൽ ഏപ്രിൽ വരെയാണ്.
എങ്കിലും വർഷത്തിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇവയ്ക്ക് പ്രജനനം നടത്താം. ഏകദേശം 3 വയസ്സ് പ്രായമാകുമ്പോൾ പെൺകടുവകൾ പ്രായപൂർത്തിയാകുന്നു. 4-5 വയസ്സ് പ്രായമാകുമ്പോഴാണ് ആൺകടുവകൾ പ്രായപൂർത്തിയാകുന്നത്. ഇണചേരാൻ തയ്യാറായ ഒരു പെൺകടുവ തൻ്റെ പ്രദേശം ഒരു പ്രത്യേക ഗന്ധം കൊണ്ട് അടയാളപ്പെടുത്തുന്നു. ഈ ഗന്ധം ശ്വസിച്ചു വരുന്ന ആൺകടുവകൾ തമ്മിൽ ചില സന്ദർഭങ്ങളിൽ വലിയ യുദ്ധങ്ങൾ വരെ ഉണ്ടാകാം. ഈ പോരാട്ടത്തിൽ ജയിക്കുന്ന കടുവയായിരിക്കും പെൺകടുവയുമായി ഇണചേരുന്നത്. കടുവകൾ ഓരോ ബ്രീഡിംഗ് സീസണിലും വ്യത്യസ്ത പങ്കാളികളുമായി ഇണചേരുന്നു. ഇവരുടെ ഗർഭകാലം ഏകദേശം 100 ദിവസമാണ്. ഒരു പ്രസവത്തിൽ 1 മുതൽ 7 വരെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു. ഉണ്ടാകുന്ന കടുവക്കുട്ടികൾക്ക് 1 കിലോഗ്രാം മുതൽ 1.5 കിലോഗ്രാം വരെ ഭാരമുണ്ട്. ജനിച്ച 6 മുതൽ 12 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇവ കണ്ണുകൾ തുറക്കുന്നത്. ജനിച്ച ആദ്യ 6 ആഴ്ച അമ്മക്കടുവ കുഞ്ഞുങ്ങളെ നന്നായി പരിപാലിക്കുന്നു. അമ്മക്കടുവയുടെ സംരക്ഷണം നന്നായി ലഭിച്ചില്ലെങ്കിൽ പല മാംസാഹാരികളായ ജന്തുക്കൾക്കും കടുവ കുഞ്ഞുങ്ങൾ ഇരയാകുന്നു. കടുവകൾ ഇരപിടിക്കുന്ന സമയത്ത് മാത്രമാണ് തൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്നും വിട്ടുനിൽക്കുന്നത്. കടുവ കുഞ്ഞുങ്ങൾക്ക് 7 ആഴ്ച പ്രായമാകുമ്പോൾ അവ മാംസാഹാരം കഴിക്കാൻ തുടങ്ങുന്നു. 10 മാസം വരെ കടുവ കുഞ്ഞുങ്ങൾ അമ്മയുടെ കൂടെ നിന്ന് വേട്ടയാടാൻ പഠിക്കുന്നു. ഏകദേശം 2 വയസ്സ് വരെ കടുവ കുഞ്ഞുങ്ങൾ അമ്മയോടൊപ്പം താമസിക്കുന്നു. ഒരു കടുവയുടെ ശരാശരി ആയുസ് 10 വർഷം മുതൽ 15 വർഷം വരെയാണ്. എന്നാൽ മൃഗശാലകളിൽ ജീവിക്കുന്ന കടുവകൾക്ക് ഏകദേശം 20 വർഷത്തിന് മുകളിൽ ജീവിക്കാൻ കഴിയുന്നു. ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ കടുവ ജലീറ്റ എന്ന സുമാട്രൻ കടുവയാണ്. ഈ കടുവ ഹൊണോലുലു മൃഗശാലയിലെ ഒരു പെൺകടുവയാണ്. ഇപ്പോൾ ഇതിന് 25 വയസ്സ് തികഞ്ഞു. കടുവകൾ ഒരു മികച്ച വേട്ടക്കാരാണ്. ഇവരുടെ കയ്യിൽ ഒരു ഇരയാക്കപ്പെട്ടാൽ രക്ഷപ്പെടാൻ കഴിയില്ല. ഇവയുടെ ഒരു കടിക്ക് 1000 കിലോഗ്രാം ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദമുണ്ട്. എന്നാൽ കാട്ടിലെ രാജാക്കന്മാരായ സിംഹത്തിന്റെ കടിക്ക് 650 കിലോഗ്രാം ഭാരത്തിൻ്റെ അത്ര സമ്മർദ്ദം മാത്രമാണുള്ളത്. സിംഹങ്ങൾ 2ാമത്തെ വലിയ പൂച്ചവർഗമാണ്. കടുവകളാണ് ഏറ്റവും വലിയ പൂച്ചവർഗം. കാട്ടിലെ രാജാക്കന്മാരായ സിംഹങ്ങളും കടുവയും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? വാസ്തവത്തിൽ സിംഹങ്ങളും കടുവയും ഒരുമിച്ച് അധിവസിക്കുന്ന ആവാസ വ്യവസ്ഥകൾ വളരെ അപൂർവമാണ്. വലിപ്പത്തിൽ സിംഹങ്ങളെക്കാൾ വലുതാണ് കടുവകൾ. മാത്രമല്ല, സിംഹങ്ങളെക്കാൾ ആക്രമകാരികളാണ് കടുവകൾ. പ്രതിവർഷം 1800 പേരുടെ മരണത്തിന് ഇവയിടയാകുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സിംഹങ്ങളും കടുവയും തമ്മിലുള്ള പോരാട്ടത്തിൽ പൊതുവെ മുൻതൂക്കം കടുവകൾക്കാണ്. അതിനാൽ കടുവകൾ യുദ്ധത്തിൽ വിജയിക്കാനാണ് സാധ്യത. എന്നാൽ സിംഹങ്ങൾ കൂട്ടമായാണ് ജീവിക്കുന്നത്. കടുവകൾ ഏകാന്ത ജീവികളാണ്. കൂട്ടമായി വരുന്ന സിംഹങ്ങളെ ചെറുത്തു നിൽക്കാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന കടുവയ്ക്കാകില്ല. പ്രധാനമായും 9 ടൈഗർ സ്പീഷീസുകളാണുള്ളത്. ഇതിൽ 3 സ്പീഷീസുകൾക്ക് വംശനാശം സംഭവിച്ചു. വടക്കേ ഏഷ്യയിൽ കണ്ടുവരുന്ന കടുവകളാണ് സൈബീരിയൻ കടുവകൾ. വലുപ്പത്തിൽ ബംഗാൾ കടുവകളോട് സാമ്യമുണ്ടെങ്കിലും സൈബീരിയൻ കടുവയെ ഏറ്റവും വലിയ സ്പീഷീസുകളായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ കണ്ടുവരുന്ന കടുവകളാണ് ബംഗാൾ കടുവകൾ. ഏറ്റവും പഴക്കം ചെന്ന കടുവ ഇനങ്ങളിൽ ഒന്നാണിവ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കാണപ്പെടുന്ന ടൈഗർ സ്പീഷീസാണ് ഇൻഡോ ചൈനീസ് ടൈഗർ. ഇവ വംശനാശത്തിൻ്റെ വക്കിലാണ്. ഏകദേശം 300 മുതൽ 400 എണ്ണം ഇൻഡോ ചൈനീസ് കടുവകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മലേഷ്യ, തായ്ലാൻഡ്, ബർമ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന കടുവ വർഗമാണ് മലയൻ ടൈഗർ. വളരെ ചെറുതും വംശനാശ ഭീഷണി നേരിടുന്നതുമായ കടുവകളാണിവ. ഇൻഡോ ചൈനീസ് കടുവകളും മലയൻ കടുവകളും തമ്മിൽ ശ്രദ്ധേയമായ വ്യത്യാസമൊന്നുമില്ല. മറ്റൊരു ടൈഗർ സ്പീഷീസാണ് സൗത്ത് ചൈന ടൈഗർ. ഇതിനെ ചൈനീസ് ടൈഗർ എന്നും അറിയപ്പെടുന്നു. 30 മുതൽ 40 എണ്ണം ചൈനീസ് ടൈഗർ മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ഇന്തോനേഷ്യയിൽ കാണപ്പെടുന്ന മറ്റൊരിനം കടുവവർഗമാണ് സുമട്രാൻ ടൈഗർ. ഇന്തോനേഷ്യൻ ദ്വീപായ സുമട്രയിൽ മാത്രമാണ് ഇവ കാണപ്പെടുന്നത്. ഈ 6 കടുവവർഗം മാത്രമാണ് ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത്. മറ്റ് 3 സ്പീഷീസുകൾക്കും വംശനാശം സംഭവിച്ചു. വംശനാശം സംഭവിച്ച കടുവ വർഗ്ഗങ്ങളാണ് കാസ്പിയൻ ടൈഗർ, ബാലി ടൈഗർ, ജവാൻ ടൈഗർ എന്നിവ. കാസ്പിയൻ ടൈഗർ ആയിരുന്നു ഏറ്റവും വലിപ്പം കൂടിയ കടുവ ഇനം. ഇന്തോനേഷ്യയിലായിരുന്നു ബാലി ടൈഗറും ജവാൻ ടൈഗറും ജീവിച്ചിരുന്നത്. ഇവയ്ക്കും വംശനാശം സംഭവിച്ചു. ദിനം പ്രതി കടുവകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 4500 കടുവകൾ മാത്രമാണ് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്.